Good morning, my dear students. Welcome to physics class today. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ആക്കവ്യത്യാസത്തിൻ്റെ നിരക്കും ബലവും തമ്മിലുള്ള ബന്ധം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. Please observe that figure in your screen. When the change of momentum is a constant, the force acting on a body will be inversely proportional to the time taken. So, if the change of momentum is a constant, the force acting on a body will be inversely proportional to the time taken. You can see one example there. A boy is catching a cricket ball. While catching the cricket ball, what he is doing, he is moving his hands backwards while catching the cricket ball. That we all do when we are playing the cricket. നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ചെയ്യാറുള്ളതാണ്. ക്യാച്ച് ചെയ്യുമ്പോൾ കൈ പുറകോട്ട് വലിച്ചാണ് ക്യാച്ച് ചെയ്യുന്നത്. ഗോളി ഫുട്ബോൾ ക്യാച്ച് ചെയ്യുമ്പോഴും കൈ പുറകോട്ട് ചലിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. വൈ ദേ ആർ ഡൂയിങ് സോ? എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? കൈ പുറകോട്ട് ചലിപ്പിച്ച് ക്യാച്ച് ചെയ്യുമ്പോൾ ആ ബോൾ കയ്യിലേൽപ്പിക്കുന്ന ആഘാതം, ദ എഫക്റ്റ് ദറ്റ് ബോൾ മേക്ക് ഇൻ അവർ ഹാൻഡ് ഡിക്രീസസ്. വൈ? ബിക്കോസ് ദ ടൈം ഇൻ്റർവൽ ഈസ് ഇൻക്രീസിങ്. So the force decreases. The ball comes to rest after a few interval of time. So the time is increasing. The impact that ball makes on our hands decreases. That is why we are doing so. നിങ്ങൾ കണ്ടു കാണും, ചുടുകട്ടയൊക്കെ ലോറിയിൽ നിന്ന് അൺലോഡ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ചുടുകട്ട ക്യാച്ച് ചെയ്യുമ്പോൾ കൈ പിന്നിലോട്ട് ചലിപ്പിച്ചാണ് അവർ ക്യാച്ച് ചെയ്യുന്നത്. ദ സെയിം വേ when we are unloading pumpkins from a lorry, the persons are catching the pumpkins move their hands backwards. പീണിക്കയൊക്കെ വലിയ ലോറിയിൽ നിന്ന് പുറത്തോട്ട് ഇറക്കുമ്പോഴും അവർ കൈ പുറകോട്ട് ചലിപ്പിച്ചുകൊണ്ടാണ് ക്യാച്ച് ചെയ്യുന്നത്. കാരണം അത് കയ്യിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കുറയാൻ വേണ്ടിയാണ്. വെൻ ടൈം ഇൻക്രീസസ്, അത് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന, നിർത്തുന്നതിന് വേണ്ടി, അത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന ടൈം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇമ്പാക്റ്റ് കുറയുന്നു. ദറ്റ് ഈസ് ഫൈൻ. ദെൻ ലെറ്റ് us pass on to another part. You can see 3 experiments are there. First one, a balloon which is fixed at a thread by the help of a straw. Then it is what we are doing, we are filling the balloon with air and just allowing the air to come out through its nozzle at the back side. When the air is coming backward, the balloon moves forward. ആ ബലൂണിൻ്റെ പുറകിൽ നിന്ന് കാറ്റ് പുറകോട്ട് വരുമ്പോൾ ബലൂൺ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. നമുക്ക് ത്രെഡ് വേണമെന്നില്ല, നമ്മൾ തന്നെ ഒരു ബലൂൺ ഊതി വീർപ്പിച്ചിട്ട് നമ്മുടെ കൈ ഒന്ന് ഫ്രീ ആക്കി കൊടുത്താൽ മതി, ബലൂൺ മുകളിലോട്ട് തെറിച്ചു പോകുന്നതായിട്ട് കാണാം. യു ക്യാൻ ഡു ദ സെയിം എക്സ്പെരിമെൻറ്റ്സ്. നിങ്ങൾക്ക് തന്നെ ചെയ്തു നോക്കാം. ആൻഡ് യു ക്യാൻ ആൾസോ പോസ്റ്റ് ഇറ്റ് ടു മീ സോ ദാറ്റ് ഐ ക്യാൻ ഷെയർ ഇൻ യുവർ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ വായു പുറത്തോട്ട് പോകുമ്പോൾ അതിനെതിർ ദിശയിലേക്ക് ബലൂൺ നീങ്ങുന്നത് കാണാം. ദിസ് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. Third law says that to every action there is equal and opposite reaction. ഇവിടെ വായു പുറത്തോട്ട് പോകുമ്പോൾ അതിന് തുല്യവും വിപരീതവുമായിട്ട് റിയാക്ഷൻ ഫോഴ്സ് കിട്ടുന്നത് കൊണ്ട് ബലൂൺ മുകളിലോട്ട് പോകുന്നതായിട്ട് കാണാം. മറ്റൊന്ന് താഴെ കാണിച്ചിരിക്കുന്നത് ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഒരു കോർക്ക് അടച്ചു വെച്ചിട്ട് ടെസ്റ്റ് ട്യൂബിനെ ചൂടാക്കുകയാണ്. While heating the test tube, what happens? The air inside the test tube expands so that the cork dashed away from the test tube. Then air comes out so that it moves backwards. എങ്ങോട്ടാണോ വായു
ശക്തമായി തെറിച്ചു പോകുന്നത് അതിന് എതിർദിശയിലേക്ക് ടെസ്റ്റ് ട്യൂബ് ചലിച്ചു പോകുന്നത് കാണാം. ദിസ് ഈസ് ആൾസോ an action and reaction. Here also we can see to every action there is equal and opposite reaction. And the last figure you can see two spring thrusters. ഒരു സ്പ്രിംഗ് ത്രാസിനെ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചിട്ട് ബി എന്ന് പറയുന്ന സ്പ്രിംഗ് ത്രാസിനെ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചിരിക്കുന്നു. എ എന്ന് പറയുന്ന ഒരു സ്പ്രിംഗ് ത്രാസ് അതിലേക്ക് കണക്ട് ചെയ്തിട്ട് വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ഓൺ എ. So that you can see both the spring balances are showing same reading. Here one is action and another one is reaction. Action and reaction are equal and opposite. This is Newton's third law of motion. You can have a lot of examples in your day-to-day life for this Newton's third law of motion. Please collect some examples and just do simple experiments and post it to me so that I can share to our group. So what is the law of motion? To every reaction there is an equal and opposite reaction. This is Newton's third law of motion. To every reaction there is an equal and opposite reaction. This is Newton's third law of motion. So if you are getting any doubt, please ask me to my mobile number. Okay, thank you.